BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇസ്രായേലിന്റെ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടലിനെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. ഗസയിലും റഫയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും റിഫ അതിർത്തി തുറന്ന് സഹായം എത്തിക്കുന്നതിനുമുള്ള നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും നിരപരാധികളെ സംരക്ഷിക്കുന്നതിനും നടപടികൾ ത്വരിതപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കുക, നിരപരാധികളായ സാധാരണക്കാരെ സംരക്ഷിക്കുക, ശാശ്വതവും സമഗ്രവുമായ സമാധാനം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര പ്രമേയങ്ങളും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും നടപ്പാക്കുക എന്നീ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ബഹ്റൈൻ അന്താരാഷ്ട്ര സമൂഹത്തോട്, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗസയിലെ സാധാരണക്കാർക്കുള്ള മാനുഷിക സഹായം കൈമാറാനുള്ള അവസ്ഥ സൃഷ്ടിക്കണം. കിഴക്കൻ ജെറുസലം തലസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം ദ്വിരാഷ്ട്ര പരിഹാരത്തിന് അനുസൃതമായി സംരക്ഷിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തോട് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ദോറാസിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ആർക്കും ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അശ്രദ്ധയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 90 കിലോ നിരോധിത ചെമ്മീനുമായി ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനപ്രകാരമാണ് കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗ് സംഘം ചെമ്മീൻ പിടികൂടിയത്. കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് റഫർ ചെയ്യുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് നേതൃത്വം അറിയിച്ചു. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചെമ്മീൻ പിടികൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഫെബ്രുവരി 1 ആരംഭിച്ച നിരോധനം ജൂലൈ 31 വരെ തുടരും. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനങ്ങളുടെ ചുവട് പിടിച്ചാണ് വാർഷിക നിരോധനം. എന്നാൽ മത്സ്യ ഫാമുകളിൽ ചെമ്മീൻ വളർത്തുന്നതിനും വിളവെടുക്കുന്നതിനും വിലക്കില്ല. എല്ലാ ബഹ്റൈൻ നിയമങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന നടപടി പൂർത്തിയായി. ലെജിസ്ലേഷൻ ആൻഡ് ലീഗൽ ഒപ്പീനിയൻ കമ്മീഷനാണ് നടപടികൾ പൂർത്തിയാക്കിയത്. വിവർത്തനം ചെയ്ത നിയമങ്ങൾ ഇപ്പോൾ LLOCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 1948 ഔദ്യോഗിക ഗസറ്റിന്റെ ആദ്യ ലക്കം മുതൽ ലഭിക്കും. നിയമനിർമ്മാണങ്ങളുടെ ഇംഗ്ലീഷ് പതിപ്പ് ലഭ്യമാക്കിയത് ഹമദ് രാജാവിന്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ നിയമനിർമ്മാണ മേഖലയുടെ ഉയർന്നതും വികസിതവുമായ പദവിയെ പ്രതിഫലിപ്പിക്കുന്നത് LLOC പ്രസിഡന്റ് നവാഫ് അബ്ദുള്ള ഹംസ പറഞ്ഞു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാബാദ് ഏരിയ സമ്മേളനം സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്നു. ഏരിയ വൈസ് പ്രസിഡന്റ് തസീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം ഏരിയ കോർഡിനേറ്റർ സലീം തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. KP ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സംസാരിച്ചു. 2 വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ജോസ് ബങ്ങാട് അവതരിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജഗത് കൃഷ്ണകുമാർ, കിഷോർ കുമാർ, സന്തോഷ് കാവനാട്, അനൂജ് മാസ്റ്റർ, ബിനു കുണ്ടറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി ഏരിയ കോർഡിനേറ്റർ രജീഷ് പട്ടാഴിയുടെ നേതൃത്വത്തിൽ നടന്നു. പുതുതായി തെരഞ്ഞെടുത്ത ഏരിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കാവനാട് നടത്തി. പ്രസിഡന്റ് രാമൻ തുളസി, സെക്രട്ടറി അരുൺ പി പിള്ള, ട്രഷറർ അനൂപ് US, വൈസ് പ്രസിഡന്റ് തസീബ് ഖാൻ, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സലീം എന്നിവരാണ് പുതിയ കമ്മിറ്റി അംഗങ്ങൾ. ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളായി ലിനീഷ് പി ആചാര്യയെയും ജോസ് മങ്ങാടിയെയും തെരഞ്ഞെടുത്തു. നിയുക്ത കമ്മിറ്റിയുടെ ട്രഷറർ അനൂപ് US നന്ദി പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് അൽ ഹിലാൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ ഏറ്റവും വലിയ ചിത്രരചനാ മത്സരങ്ങളിലൊന്നായ ലേക് 24ന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രഥമ ലേക് 24 ജൂൺ 14 ഇന്ത്യൻ സ്കൂൾ ഈസ ടൗൺ ക്യാമ്പസിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എല്ലാ തലങ്ങളിലുമുള്ള കലാകാരന്മാർക്ക് അവരുടെ കഴിവും സർഗാത്മകതയും കലയോടുള്ള അഭിനിവേശവും പ്രകടിപ്പിക്കാൻ ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാർഷികാഘോഷമായി ആലേഖ് നടത്താൻ സ്കൂൾ പദ്ധതിയിടുന്നു. ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്ന് 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. മത്സര രജിസ്ട്രേഷൻ സൗജന്യമാണ്. മത്സരത്തിന് വിദ്യാർത്ഥികളെ സ്കൂളുകൾക്ക് നാമനിർദ്ദേശം ചെയ്യാം. ഗ്രൂപ്പ് പെയിന്റിംഗ് മത്സരം ഹാർമണി ആലേഖിന്റെ ഒരു പ്രത്യേകതയാണ്. രജിസ്ട്രേഷനും ബ്രീഫിംഗ് സെഷനുകളുമായി അന്ന് മത്സരം ആരംഭിക്കും. തുടർന്ന് ഓരോ പ്രായക്കാർക്കും ഡ്രോയിംഗ്, പെയിന്റിംഗ് സെഷനുകൾ നടക്കും. അതേ ദിവസം അവാർഡ് വിതരണ ചടങ്ങിൽ ഫലങ്ങൾ പ്രഖ്യാപിക്കും.
സ്കൂൾ മേളയിൽ തിരഞ്ഞെടുത്ത പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനും 39152628 എന്ന നമ്പറിലോ 39804126 എന്ന നമ്പറിലോ 36111670 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വയറിളക്കവും ഛർദിയും മറ്റുമായി 85 പേർ കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുടയിലുമുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ലാത്തതിനാൽ വൈദ്യസഹായം നൽകി വിട്ടയച്ചു. പെരിഞ്ഞനം സെയിൽ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. ഹോട്ടലിൽ നിന്ന് നേരിട്ട് കഴിച്ചവർക്കും പാഴ്സൽ കൊണ്ടുപോയി കഴിച്ചവർക്കുമെല്ലാം വിഷബാധയേറ്റു. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തി. മയോണൈസിന്റെയോ മറ്റു പ്രശ്നമോ ആണെന്ന കാര്യം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂവെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. ഹോട്ടലിനെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഉച്ചകഞ്ഞിക്ക് അനുവദിച്ച അരിമോഷണത്തിൽ കൊണ്ടോട്ടി മൊറയൂർ BHM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവരിൽ നിന്ന് 2.88 ലക്ഷം രൂപ തിരിച്ചു പിടിക്കണമെന്ന ധനകാര്യ പരിശോധനാ റിപ്പോർട്ട്. 7737 കിലോ അരി മോഷണം നടത്തിയതായി പരിശോധനയിൽ കണ്ടെത്തി. 2022 മെയ് 31 സർക്കുലർ പ്രകാരം 1 കിലോഗ്രാമിന് 37.26 രൂപ നിരക്കിൽ ആകെ 2,88,280 രൂപ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന D. ശ്രീകാന്ത്, ഉച്ചഭക്ഷണ ചുമതലയുള്ള KC ഇർഷാദ് അലി എന്നിവരിൽ നിന്നും തുല്യമായി ഈടാക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. ധനകാര്യ പരിശോധനാ വിഭാഗത്തോട് നാട്ടുകാരായ ചിലർ നൽകിയ വിവരപ്രകാരം സ്കൂളിലെ കായികാധ്യാപകനായ TP രവീന്ദ്രൻ സ്റ്റോർ റൂം താക്കോൽ തന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. സ്കൂൾ K2 രജിസ്റ്റർ രേഖപ്പെടുത്തിയതും എന്നാൽ ഉപയോഗിക്കാതിരിക്കുന്നതുമായ അരിയുടെ അളവ് പ്രതിദിനം ഏകദേശം 50 കിലോയാണ്. ഏതാണ്ട് 20 ദിവസം കൂടുമ്പോൾ രാത്രിയിൽ 1 ലോറി കൊണ്ടുവന്ന് സ്റ്റോർ റൂമിലെ അരി പുറത്തുനിന്നും കൊണ്ടുവരുന്ന ചാക്കുകളിൽ നിറച്ച് കൊണ്ടോട്ടിയിൽ തന്നെയുള്ള ഒരു കടയിൽ വിൽക്കാറുണ്ടെന്നും പറഞ്ഞു. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വാർഡംഗം ഇക്കാര്യം ധനകാര്യ പരിശോധനാ വിഭാഗത്തെ രേഖാമൂലം അറിയിച്ചു. രാത്രിയുടെ മറവിൽ TP രവീന്ദ്രൻ എന്ന അധ്യാപകന്റെ നേതൃത്വത്തിൽ അരി കടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആദ്യം പരിശോധന നടത്തിയിരുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ D. ശ്രീകാന്ത് 2021 ജനുവരി 12 4050 കിലോഗ്രാം അരി സ്റ്റോക്കുള്ളതായും സ്കൂളിലെ പ്രതിദിന ഉച്ചഭക്ഷണത്തിനായി 120 കിലോ ഉപയോഗിക്കുന്നുവെന്നും സത്യവാങ്മൂലം നൽകിയിരുന്നു. സ്കൂളിലെ അരിയുടെ പ്രതിദിന ഉപയോഗം ശരാശരി 170 കിലോ എന്നാണ് K2 രജിസ്റ്റർ രേഖപ്പെടുത്തിയത്. അതിനാൽ K2 രജിസ്റ്റർ പ്രകാരം ഉള്ള ഉപഭോഗം അനുസരിച്ചുള്ള അരി കൊണ്ടോട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വഴി അനുവദിച്ചെന്നും പരിശോധനയിൽ കണ്ടെത്തി. ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രം സ്കൂളിൽ വന്നിട്ടുള്ളൂ. ഈ ദിവസങ്ങളിലെയും ഉപയോഗ ശരാശരി 120 കിലോ ആയും കണക്കാക്കിയതിലും ക്രമക്കേട് നടന്നുവെന്നതും വ്യക്തമാണ്. മമ്പാട് പള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ചെറുവള്ളിപ്പാറ നിഷയാണ് ഭർത്താവ് ഷാജി കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നും പോലീസ് വ്യക്തമാക്കി. ഷാജിയെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ബന്ധുക്കളായ 2 പെൺകുട്ടികൾ മരിച്ചു. മേഘ, ജ്വാല എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. വടക്കൻ പറവൂരിനടുത്ത് മണ്ടൽ ബണ്ടിലാണ് സംഭവം. മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതാണ് പെൺകുട്ടികൾ. 5 അംഗ സംഘത്തിൽ 3 പേർ മാത്രമാണ് പുഴയിൽ ഇറങ്ങിയത്. ആദ്യം ആഴം കുറഞ്ഞ ഭാഗത്തിറങ്ങിയ ഇവർ കക്ക വാരുന്നതിനും മറ്റുമായി പുഴയുടെ ഉൾഭാഗത്തേക്ക് നീങ്ങിയതോടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പെൺകുട്ടികളുടെ ബഹളം കേട്ടെത്തിയ അയൽവാസികളാണ് ഒരാളെ രക്ഷപ്പെടുത്തിയത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് മറ്റ് 2 പേരെയും മൃതദേഹം കണ്ടെത്തിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.